മാവിൻ രുചി. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഓട്സ് കൊണ്ട് ഒരു 5 വെറൈറ്റീസ് ഓഫ് ഹെൽത്തി റെസിപ്പീസ് ആണ്. അപ്പോൾ അത് വളരെ ഈസി ആയിട്ടും എളുപ്പത്തിലും എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനായി ആദ്യം നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഓട്സ് ആപ്പിൾ കുക്കീസ് ആണ്. അതിനുവേണ്ടി ഒരു ബൗളിൽ ഒരു പഴം കട്ട് ചെയ്തതും ഒരു ആപ്പിൾ ഗ്രേറ്റ് ചെയ്ത് എടുത്തതും ചേർത്ത് നന്നായി ഒന്ന് സ്മാഷ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് ഓട്സ് ഇട്ട് കൊടുക്കാം. കൂടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ സിനമൺ പൗഡറും 1/2 ടീസ്പൂൺ വാനില എസൻസും ഒരു മുട്ടയുടെ യോക്കും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി വേറൊരു ബൗളിൽ ഒരു മുട്ടയുടെ വൈറ്റ് പോർഷൻ എടുത്ത് അതൊന്ന് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ബീറ്റ് ചെയ്യുന്ന സമയത്ത് 1/4 ടീസ്പൂൺ ഉപ്പും ഇട്ട് നന്നായി ഒന്ന് സ്റ്റിഫ് ബീറ്റ് ചെയ്ത് എടുക്കാം. ഇനി ഈ സ്റ്റിഫ് ബീറ്റ് ചെയ്ത എഗ് വൈറ്റ് ഓൾറെഡി നമ്മൾ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന ഓട്സിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഒരു ബേക്കിംഗ് ട്രേയിലേക്ക് ഓരോ ചെറിയ സ്പൂണായി കോരി ഇട്ട് കൊടുക്കുക. അതിനുശേഷം 180 ഡിഗ്രിയിൽ ഒരു 20 to 25 മിനിറ്റ് ബേക്ക് ചെയ്തെടുത്താൽ നല്ല ഹെൽത്തി ഓട്സ് ആപ്പിൾ കുക്കീസ് റെഡി. ഇനി അടുത്ത റെസിപ്പി എന്ന് പറയുന്നത് ബനാന ഓട്സ് ബ്രെഡ് ആണ്. അതിനു വേണ്ടി ഒരു ബൗളിൽ 2 റോബസ്റ്റ പഴം പൊളിച്ച് ചെറിയ പീസായി കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതൊന്ന് നന്നായി ഒന്ന് സ്മാഷ് ചെയ്തെടുക്കണം. അങ്ങനെ ഇപ്പൊ നമ്മളുടെ പഴം നന്നായി ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് യോഗോട്ട്, 1/2 കപ്പ് ഓട്സ് പൗഡർ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ സിനമൺ പൗഡറും 1/4 ടീസ്പൂൺ ഉപ്പും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് ആൽമണ്ട് കട്ട് ചെയ്തതും കൂടി ഇട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതുപോലെ ബ്രെഡ് ഉണ്ടാക്കുന്ന ട്രേയിൽ ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഈ മിക്സ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിൽ കുറച്ച് ബദാം കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു 180 ഡിഗ്രിയിൽ 20 to 25 മിനിറ്റ് ബേക്ക് ചെയ്യാൻ വെക്കാം. അങ്ങനെ ഇപ്പൊ നമ്മളുടെ ബ്രെഡ് റെഡി ആയിട്ട്. ഇനി ഇത് ചൂടാറിയ ശേഷം ഒരു പ്ലേറ്റിലേക്ക് മാറ്റി ചെറിയ പീസസ് ആയി കട്ട് ചെയ്തെടുത്താൽ നല്ല അടിപൊളി ഹെൽത്തി ബനാന ഓട്സ് ബ്രെഡ് റെഡി. ഇനി നമ്മളുടെ അടുത്ത റെസിപ്പി എന്ന് പറയുന്നത് ക്യാരറ്റ് ഓട്സ് ബാർ ആണ്. അതിനു വേണ്ടി ഒരു വലിയ ക്യാരറ്റ് ആണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ചെറിയ പീസസ് ആയി കട്ട് ചെയ്ത് കഴുകിയെടുക്കാം. ഇനി ഒരു മിക്സി ജാറിൽ ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. കൂടെ ഒരു 10 to 15 ബദാമും ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് നന്നായി ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ആണ് ഇട്ട് കൊടുക്കുന്നത്. കൂടെ 8 ഡേറ്റ്സും 1/3 കപ്പ് അളവിൽ ഓട്സും 1/4 ടീസ്പൂൺ സിനമൺ പൗഡറും ചേർത്ത് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഇനി ഒരു ബേക്കിംഗ് ട്രേയിൽ ബട്ടർ പേപ്പർ വെച്ച് കൊടുത്ത് അതിലേക്ക് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഓട്സ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് നന്നായി ഒന്ന് ലെവലാക്കി എടുക്കാം. ഇനി ഇതൊന്ന് ഓവനിൽ വെച്ച് ഒരു 180 ഡിഗ്രിയിൽ 10 to 15 മിനിറ്റ് ഒന്ന് ബേക്ക് ചെയ്തെടുക്കുക. എന്നിട്ട് ഇത് ചൂടാറിയ ശേഷം പ്ലേറ്റിൽ സെർവ് ചെയ്ത് ചെറിയ പീസസ് ആയി കട്ട് ചെയ്തെടുത്താൽ നല്ല അടിപൊളി രുചിയിൽ ഹെൽത്തി ആയിട്ടുള്ള ക്യാരറ്റ് ഓട്സ് ബാർ റെഡി. ഇനി നമ്മളുടെ അടുത്ത റെസിപ്പി എന്ന് പറയുന്നത് ബനാന ഓട്സ് ചോക്ലേറ്റ് കേക്ക് ആണ്. അതിനായി ഒരു ബൗളിൽ 1/2 കപ്പ് ഓട്സും 1 കപ്പ് ഹോട്ട് മിൽക്കും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റ് സോക്ക് ചെയ്യുക. ഇനി ഇതിലേക്ക് 2 കോഴിമുട്ട പൊട്ടിച്ചത് ഒഴിച്ചു കൊടുക്കാം. കൂടെ 2 റോബസ്റ്റ പഴം സ്മാഷ് ചെയ്തതും ഇട്ട് കൊടുക്കാം. ഇനി 1/4 കപ്പ് കൊക്കോ പൗഡറും 1 പിഞ്ച് സോൾട്ടും 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒട്ടും കട്ടകളില്ലാണ്ട് വേണം മിക്സ് ചെയ്തെടുക്കാൻ. ഇനി ഒരു ബേക്കിംഗ് ട്രേയിൽ ബട്ടർ പേപ്പർ വെച്ച് കൊടുത്ത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇനി ഇതിൻ്റെ മുകളിൽ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന കാഷ്യൂസ് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊരു 180 ഡിഗ്രിയിൽ 20 to 25 മിനിറ്റ് ഒന്ന് ബേക്ക് ചെയ്തെടുക്കുക. ഇനി ഇത് ചൂടാറിയ ശേഷം ഒരു പ്ലേറ്റിലേക്ക് മാറ്റി ചെറിയ പീസസ് ആയി കട്ട് ചെയ്തെടുത്താൽ നമ്മളുടെ ഹെൽത്തി ബനാന ഓട്സ് ചോക്ലേറ്റ് കേക്ക് റെഡി. ഇനി അടുത്ത റെസിപ്പി എന്ന് പറയുന്നത് ഓട്സ് പിസയാണ്. അതിനുവേണ്ടി ഒരു ബൗളിൽ 1/2 കപ്പ് ഓട്സും 1/4 കപ്പ് റവയും
1 കപ്പ് വെള്ളവും ഒഴിച്ച് നന്നായി ഒന്ന് സോക്ക് ചെയ്തെടുക്കാം. അതിനുശേഷം ഒരു മിക്സി ജാറിൽ ഇട്ടുകൊടുത്ത് ആവശ്യത്തിന് വെള്ളവും ഒഴിച്ചൊന്ന് ഫൈൻ പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കാം. എന്നിട്ട് ഒരു ബൗളിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 1/2 ടീസ്പൂൺ ബട്ടർ ഇട്ട് കൊടുത്ത് മെൽറ്റായി വരുമ്പോൾ ആവശ്യമായ വലുപ്പത്തിലും കട്ടിക്കും ബാറ്റർ ഒന്ന് ഒഴിച്ച് പരത്തി കൊടുക്കുക. എന്നിട്ട് ഒരു സൈഡ് വെന്ത് വരുമ്പോൾ മറിച്ചിട്ട് കൊടുക്കാം. ഇനി അതിന്റെ മുകളിൽ ആവശ്യമായ പിസ്സ സോസ് ഒഴിച്ചു കൊടുത്ത് ഒന്ന് പരത്തിയെടുക്കാം. ഇനി അതിന്റെ മുകളിലായിട്ട് കുറച്ച് മൊസറല്ല ചീസും തൂവി കൊടുക്കാം. ഇനി ഇതിന്റെ ടോപ്പിംഗ്സിനായിട്ട് കുറച്ച് ക്യാപ്സിക്കവും കുറച്ച് തക്കാളിയും കുറച്ച് ഒണിയനും സ്ലൈസ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ബോയിൽഡ് എഗ്ഗ് ചെറിയ പീസസ് ആയി കട്ട് ചെയ്തതും ചേർത്ത് കൊടുക്കാം. ലാസ്റ്റ് ഇതിന്റെ മുകളിൽ കുറച്ച് മൊസറല്ല ചീസും സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഒരു മൂടിയിട്ടൊരു 5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുത്താൽ നല്ല അടിപൊളി ടേസ്റ്റില് ഹെൽത്തി ആയിട്ടുള്ള ഓട്സ് പിസ്സ റെഡി. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പീസ് ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നല്ലൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.